Hello, all my beautiful souls. Welcome back to my channel. Hope you guys are doing awesome today. ഇന്ന് ഫുൾ മൂൺ ഡേ ആണ്. ഇന്നത്തെ മൂൺ അറിയപ്പെടുന്നത് ഫ്ലവർ മൂൺ എന്നാണ്. ഇവിടെ നിങ്ങൾക്ക് 3 ഫ്ലവേഴ്സ് കാണാൻ സാധിക്കും. ഗ്രൂപ്പ് നമ്പർ 1, ഗ്രൂപ്പ് നമ്പർ 2 ആൻഡ് ഗ്രൂപ്പ് നമ്പർ 3. 1 is lotus, താമര. നമ്പർ 2, ഹൈബിസ്കസ്, ചെമ്പരത്തി. 3, ജാസ്മിൻ, മുല്ലപ്പൂ. ഈ ഓരോ ഫ്ലവേഴ്സിലും നിങ്ങൾക്കുള്ള വളരെ സ്പെഷ്യൽ മെസ്സേജ് ഉണ്ട്. ഏത് ഫ്ലവറിനോടാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നത് അത് സെലക്ട് ചെയ്യാം. സോ യു വിൽ ഗെറ്റ് ദ റൈറ്റ് മെസ്സേജ്. ഹേ, ഗ്രൂപ്പ് നമ്പർ 1, ദ ലോട്ടസ്, താമര സെലക്ട് ചെയ്തിട്ടുള്ള ആളുകൾ ഈ വരുന്ന ഫുൾ മൂൺ മുതൽ അടുത്ത ഫുൾ മൂൺ വരെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങളും ട്രാൻസ്ഫോർമേഷനും എന്തൊക്കെയാ എന്നുള്ളത് നോക്കാം. നിങ്ങളുടെ ലൈഫിൽ എടുത്തു പറയേണ്ട ഒരു ചേഞ്ച് എന്ന് പറയുന്നത് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്താണ് ഈ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതുവരെ നിങ്ങൾ പോയിട്ടുള്ള പല ചാലഞ്ചസും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഡീൽ ചെയ്യുന്നതായിട്ടുള്ള പല സിറ്റുവേഷനും നിങ്ങൾക്ക് വീണു പോവും എന്ന് തോന്നിയിട്ടുള്ള പല പ്ലേസൊന്നും നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിലെ ഏത് ചാലഞ്ച് ആണെന്നുണ്ടെങ്കിലും അതിന് നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ജന്മമായിട്ട് നിങ്ങൾ കാണേണ്ട ഒരു ടൈമാണ് ഈ വരുന്ന ഫുൾ മൂൺ മുതൽ അടുത്ത ഫുൾ മൂൺ വരെ ഉള്ള സമയം എന്ന് പറയുന്നത്. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇതുവരെ കാണാത്ത ചില ശക്തികൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ഇത്രകാലം ഇരുട്ട് നിറഞ്ഞ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു സൂര്യൻ ഉദിച്ചു വരുന്ന മാറ്റമാണ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ആളുകളും റൈറ്റ് ആയിട്ടുള്ള പ്ലേസിൽ റൈറ്റ് ആയിട്ടുള്ള ടൈമിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ആൻഡ് മോർ ഓവർ നിങ്ങളുടെ ലൈഫിലെ ഏത് ചാലഞ്ച് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കത് ഫേസ് ചെയ്യാനുള്ള ഒരു സ്പെഷ്യൽ കറേജ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പല പ്ലേസിൽ നിന്നും വളരെ അതിശയകരമായി നിങ്ങൾ രക്ഷപ്പെടുന്ന പല മൊമെന്റ്സ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ലാസ്റ്റ് മൊമെന്റിൽ പോലും നിങ്ങൾക്ക് ചില മിറാക്കിൾസ് നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ എന്ത് സിറ്റുവേഷൻ കൊണ്ടാണോ നിങ്ങൾക്ക് ഡീൽ ചെയ്യാൻ സാധിക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു ചാലഞ്ച് ആയിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അതിനൊരു വഴിയുമില്ല, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഡീൽ ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് തോന്നുന്ന ആ ഒരു ലാസ്റ്റ് മൊമെന്റ് ആണെന്നുണ്ടെങ്കിൽ പോലും അവിടെ നിങ്ങൾ വളരെ മായി നിങ്ങൾക്ക് അവിടുന്ന് ഒരു റൈറ്റ് ഹാൻഡ് കിട്ടുന്നതായിരിക്കാം, റൈറ്റ് ആയിട്ടുള്ള സഹായം, റൈറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് അവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കാം. ചില ആളുകളുടെ ഹെൽത്ത് കണ്ടീഷൻ ഒരുപാട് ഇംപ്രൂവ് ആവുന്നത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ സ്പിരിച്വൽ ഗ്രോത്തിന്റെ ഭാഗമായിട്ട് ചില ഡിറ്റാച്ച്മെന്റ് ഉണ്ടാവുന്നുണ്ട്. അത് നാച്ചുറലി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ്. സോ നിങ്ങളുടെ ലൈഫിൽ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ആളുകളുടെ എൻട്രിയും അതുപോലെ ചില ആളുകൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറി നിൽക്കുന്നതും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. സ്പെഷ്യലി നിങ്ങൾക്ക് ഒരുപാട് സോൾ കണക്ഷൻ തോന്നിയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ വളരെ സ്പെഷ്യൽ കണക്ഷൻ, നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ആയിരിക്കാം, സോൾമേറ്റ് ആയിരിക്കാം, വളരെ സ്പെഷ്യൽ കണക്ഷൻ തോന്നിയിട്ടുള്ള ആളുകൾ, അങ്ങനത്തെ ഒരു പ്ലേസിൽ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇമോഷണലി നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന സിറ്റുവേഷൻ ചില ആളുകളുമായിട്ടുണ്ടെങ്കിൽ ആ വ്യക്തികൾ നാച്ചുറലി നിങ്ങൾക്ക് ചില ഡിറ്റാച്ച്മെന്റ് സംഭവിക്കുന്നുണ്ട്. സോ ഇത്രകാലം നിങ്ങൾ എങ്ങനെയാണോ ആ ഒരു സിറ്റുവേഷൻ ഡീൽ ചെയ്തിട്ടുള്ളത്, മേ ബി ചില ആളുകൾക്ക് നിങ്ങളുടെ ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അതായിരിക്കാം. ചില ആളുകളോടുള്ള കണക്ഷൻ, ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആയിരിക്കാം. നിങ്ങൾ ഒരുപാട് ചാലഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കാം. കാരണം ചില ആളുകൾക്ക് നിങ്ങളുടെ സ്പിരിച്വൽ ചേഞ്ചിന്റെ ഭാഗമായിട്ട് പുതിയ പുതിയ കാര്യങ്ങളും താല്പര്യങ്ങളിലേക്കും കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നാച്ചുറലി തോന്നുന്നതായിരിക്കാം. ചില ആളുകൾക്ക് സിറ്റുവേഷൻ നിങ്ങൾ അതുപോലെ ലീഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഇറ്റ്സ് ലൈക്ക് ഇത്രകാലം നിങ്ങൾ ഇരുട്ടിലൂടെ വെളിച്ചം നോക്കി നടന്നിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തേടി നടന്ന വെളിച്ചം നിങ്ങൾ കാണാൻ പോകുന്ന ഒരു ടൈമിലേക്കാണ് നിങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടി ഡീപ്പായിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ സോൾ അന്വേഷിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാനോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഓത്തന്റിക് വേർഷൻ നിങ്ങൾക്ക് കൂടുതൽ കണക്ട് ചെയ്യാനോ ഈ ടൈമിൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് അത്രകാലം നിങ്ങൾക്ക് ഏറ്റവും പ്രയോറിറ്റി തോന്നിയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അറ്റാച്ച്മെന്റ് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളോട് നിങ്ങൾക്ക് ഡിറ്റാച്ച്മെന്റ് തോന്നുന്നത്. കാരണം നിങ്ങളുടെ സോൾ കൂടുതൽ തിരിച്ചറിയുന്ന സമയത്ത് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള
ആളുകളിലേക്കും സിറ്റുവേഷനിലേക്കും ആയിരിക്കാം നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ്, ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ചേഞ്ചസ് ഈ ടൈമിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. സോ ജോബ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കാം, മൾട്ടിപ്പിൾ ഫൈനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കാം. നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള അവസരങ്ങൾ വരുന്നുണ്ട്, ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ലൈഫ് ഓഫർ ചെയ്യുന്നുണ്ട്. സോ ഇത് കണക്ട് ചെയ്ത് നിങ്ങൾക്കുള്ള വളരെ സ്പെഷ്യൽ മെസ്സേജ് എന്ന് പറയുന്നത്, നിങ്ങൾ ഏത് മതത്തിലാണോ വിശ്വസിക്കുന്നത് ആ മതത്തിൽ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആരാണോ മാനേജ് ചെയ്യുന്നത്, പ്രോസ്പെരിറ്റി ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആരാണോ മാനേജ് ചെയ്യുന്നത്, ലൈക്ക് ഹിന്ദു മതത്തിൽ മഹാലക്ഷ്മിയെ പോലെ ആ ഒരു ഗോഡസിനെ അല്ലെങ്കിൽ ആ ഒരു ഗോഡിനെ സ്പെഷ്യൽ ആയിട്ട് പ്രാർത്ഥിക്കുന്നതും നിങ്ങൾക്ക് ഏറ്റവും ബെനിഫിറ്റ്സ് ഉള്ള കാര്യമാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ മഹാലക്ഷ്മി അഷ്ടോത്തരം ചാൻഡ് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ കേൾക്കുന്നത് പോലെ അത് നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. സോ പീസ്ഫുൾ ആയിട്ട് നിങ്ങളുടെ കർമ്മങ്ങൾ ചെയ്തു തീർത്ത് എവിടെയെങ്കിലും സമാധാനമായിട്ട് ഇരിക്കാൻ ചില ആളുകൾക്ക് സാധിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള പ്ലേസിൽ പോയിരിക്കുക, നിങ്ങൾക്ക് എവിടെയെങ്കിലും സമാധാനമായിട്ട് പോയിരിക്കാൻ സാധിക്കുന്നുണ്ട്. ചില ആളുകൾ നിങ്ങളുടെ തറവാട്ടിലൊക്കെ പോയി നിൽക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ പഴയ ആളുകളൊക്കെ കാണുന്നതായിരിക്കാം, അവരുടെ അനുഗ്രഹങ്ങൾ നിങ്ങൾ വാങ്ങിക്കുന്നതായിരിക്കാം. ചില ആളുകൾക്ക് നിങ്ങളുടെ ആൻസെസ്റ്റേഴ്സിന്റെ സപ്പോർട്ട് വളരെ സ്ട്രോങ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ കുറെ കൂടെ സേഫ് ആയിട്ടുള്ള പല എക്സ്പീരിയൻസും ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. അത് ഫൈനാൻഷ്യലി ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും പല പ്ലേസിൽ പല ആളുകളുടെ അടുത്തുനിന്ന് പല സിറ്റുവേഷന് നിങ്ങൾ എത്ര ബ്ലെസ്ഡ് ആണ്, എത്ര സ്പെഷ്യൽ ആണെന്ന് കാണിക്കുന്ന പല മൊമെന്റ്സും നിങ്ങൾക്ക് ഈ വരുന്ന ടൈമിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ ഗ്രൂപ്പ് നമ്പർ 1 അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 2. ഗ്രൂപ്പ് നമ്പർ 2 ചെമ്പരത്തി സെലക്ട് ചെയ്തിട്ടുള്ള ആളുകൾ ഈ വരുന്ന ഫുൾ മൂൺ മുതൽ അടുത്ത ഫുൾ മൂൺ വരെ നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന വളരെ ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ചേഞ്ചസ്, ട്രാൻസ്ഫോർമേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. എടുത്തു പറയേണ്ട ഒരു മാറ്റം എന്ന് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ഫെമിനിൻ ക്വാളിറ്റി ഹൈലി കണക്ട് ചെയ്യുന്ന, ഹൈലി റേസ് ചെയ്യുന്ന ഒരു ടൈമിലൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ ശരീരം, മനസ്സ് എത്രമാത്രം നിങ്ങൾക്ക് നല്ല രീതിയിൽ കൊണ്ടു നടക്കേണ്ടത് നിങ്ങളുടെ ഏറ്റവും വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ്. നിങ്ങൾ കഴിക്കുന്ന ആഹാരം, നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ കണക്ട് ചെയ്യുന്ന ആളുകൾ, സ്പെഷ്യലി നിങ്ങൾ ആരുമായിട്ടാണോ ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഇൻവോൾവ് ആവുന്നത് അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സോ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫെമിനൻ എനർജി നിങ്ങൾ കണക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള അട്രാക്ഷൻ, സ്പെഷ്യലി ആളുകൾക്ക് നിങ്ങളുടെ മേലെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫിസിക്കൽ അട്രാക്ഷൻ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. സോ ഒരുപാട് ആളുകൾ നിങ്ങൾ പ്രേസ് ചെയ്യുക, നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത ചില വാക്കുകൾ കൊണ്ട് നിങ്ങൾ പ്രേസ് ചെയ്യുക, നിങ്ങൾ കൂടുതൽ സന്തോഷിപ്പിക്കുന്ന വാക്കുകൾ പറയാം. ഇതൊക്കെ നിങ്ങൾക്ക് ഈ ടൈമിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ്. നിങ്ങൾ പോലും മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ നിങ്ങൾ പോലും ശ്രദ്ധിക്കാത്ത ചില ക്വാളിറ്റീസ്, നിങ്ങളുടെ ഉള്ളിലെ ചില പ്രത്യേകതകളൊക്കെ ആളുകൾ എടുത്തെടുത്ത് പറയുന്നത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഇറ്റ്സ് ലൈക്ക് വാട്ട് ഐ ക്യാൻ റിലേറ്റ് ഇസ് ലളിത സഹസ്രനാമം. ദേവിയുടെ 1000ഓളം നാമങ്ങളാണ് ലളിത സഹസ്രനാമത്തിലുള്ളത്, അല്ലെ? അത് കേൾക്കുന്നത് ദേവിക്ക് അത്രയും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ, നിങ്ങളെ പ്രേസ് ചെയ്യുന്നതും നിങ്ങളുടെ ക്വാളിറ്റീസും, നിങ്ങൾ ഇതുവരെ നിങ്ങളെ പറ്റി ചിന്തിക്കാത്ത പല കാര്യങ്ങളും, അത് നിങ്ങൾ ഒരുപാട് പ്രേസ് ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. അത് വളരെ ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് ആളുകൾ പറയുന്നത്. പക്ഷെ എന്തിനാണ് പറയുന്നത്? അവരുടെ ഉദ്ദേശശുദ്ധി, അവരുമായിട്ടുള്ള പാസ്റ്റ് എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾ മനസ്സിലാക്കി ഈ കാര്യങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഈ സമയത്ത് നിങ്ങൾക്കത് ഏറ്റവും ഇഷ്ടമാണ്. നിങ്ങളെ പറ്റി ഓരോ ആളുകൾ ഓരോ കാര്യങ്ങൾ പറയുന്നത് കേൾക്കാൻ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. സ്പെഷ്യൽ ആയിട്ടുള്ള കൺസിഡറേഷനും ട്രീറ്റ്മെന്റ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. പ്രോബബ്ലി നിങ്ങൾക്ക് പ്രഗ്നൻസിക്കുള്ള സാധ്യത, പ്രഗ്നന്റ് ആവുക ഈ ടൈമിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കാം. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പ്രഗ്നൻസി, വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ റിലേഷൻഷിപ്പിൽ കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ആൻഡ് മെയിൻലി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വളരെ ഡീപ്പായിട്ട് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഡീപ്പായിട്ടുള്ള കോൺവെർസേഷൻ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് ഡീപ്പായിട്ടുള്ള ഇത്ര കാലം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാത്ത ചില ഫീലിങ്സ് നിങ്ങൾക്ക് അവേക്കൻ ആവുന്നുണ്ട്, ഫുൾഫിൽഡ് ആവുന്നുണ്ട്. ചില ഇഷ്ടങ്ങൾ നിങ്ങൾക്ക് ഫുൾഫിൽഡ് ആവുന്നുണ്ട്. സോ ചില വ്യക്തികളുമായിട്ട് വളരെ ഡീപ്പായിട്ടുള്ള മീനിങ് ഫുൾ ആയിട്ടുള്ള കോൺവെർസേഷൻ, സ്പെഷ്യലി നിങ്ങളുടെ റൊമാൻറ്റിക് ലൈഫിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തിയുടെ കൂടെ റൊമാൻറ്റിക് ആയിട്ടുള്ള കോൺവെർസേഷൻ, ഡീപ്പ് ആയിട്ടുള്ള കോൺവെർസേഷൻ, അല്ലെങ്കിൽ
നിങ്ങളുടെ മനസ്സും ശരീരവും ഒരുപാട് അവേക്കൻ ചെയ്യാൻ സഹായിക്കുന്ന റൈറ്റ് ആയിട്ടുള്ള പേഴ്സന്റെ അടുത്ത് നിന്നുള്ള ചില ഡീപ്പായിട്ടുള്ള കോൺവെർസേഷൻ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ചില ആളുകൾ നിങ്ങൾ ഡീൽ ചെയ്യുന്ന ആളുകളെ വളരെ അധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ ടൈമിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ അതിശയിക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ആണ്. സോ നിങ്ങൾ വളരെ കൂടുതൽ നിങ്ങൾ ഫിസിക്കലി ഒരുപാട് അട്രാക്റ്റഡ് ആവുന്ന ഒരു ടൈമാണ്. നിങ്ങളുടെ സ്കിന്നിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഗ്ലോസ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ, നിങ്ങളുടെ ശരീരത്തിന്റെ ഷേപ്പിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ വിസിബിൾ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ചില ആളുകൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കണം. ചില ആളുകൾക്ക് അത് നാച്ചുറലി സംഭവിക്കുന്നുണ്ട്. കാരണം എനർജറ്റിക് ആയിട്ടുള്ള ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഏത് പ്ലേസിൽ പോകുന്ന സമയത്തും എവിടെ ചെല്ലുന്ന സമയത്തും നിങ്ങൾ എടുത്ത് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സ്പെഷ്യൽ അട്രാക്ഷൻ ഉണ്ടാവുന്നുണ്ട്. ആ ഒരു സെന്റർ ഓഫ് അട്രാക്ഷൻ നിങ്ങൾക്ക് എവിടെ ചെല്ലുന്ന സമയത്തും ആ ഒരു പരിഗണന ഉണ്ടാവുന്നുണ്ട്. എക്സ്ട്രീം ആയിട്ടുള്ള ചില ഇമോഷൻസ് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യാനുള്ള സാധ്യത ഈ ഒരു ടൈമിൽ ഉണ്ടാവുന്നുണ്ട്. സോ ഒരുപാട് സ്നേഹം കാണിക്കുക, ഒരുപാട് എക്സ്പ്രസ് ചെയ്യുക, ഒരുപാട് സന്തോഷിക്കുക, അതുപോലെ തന്നെ ഒരുപാട് ദേഷ്യം കാണിക്കാൻ പോകുന്ന ഒരു ടൈമും കൂടിയാണ് ഈ വരുന്ന സമയം എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം ഉണ്ടാവുക എന്നുള്ളതല്ല, പക്ഷെ നിങ്ങളുടെ ഒരു എക്സ്ട്രീം ഓഫ് ദേഷ്യം, ദേവിയുടെ പല ഭാവങ്ങളിലൊന്നാണ് ദേഷ്യം എന്ന് പറയുന്നത്, അല്ലെ? നിങ്ങൾ ആണാണെന്നുണ്ടെങ്കിലും പെണ്ണാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ദേഷ്യം, നിങ്ങൾ ഇത്ര കാലം കാണിക്കാത്ത ചില ഇമോഷൻസ് നിങ്ങൾ കാണിക്കുന്നുണ്ട്. അത് ചില ആളുകൾക്ക് നിങ്ങളുടെ ദേഷ്യം കാണിക്കുന്നതാണ്. ഓൾറൈറ്റ്, ചില ആളുകൾക്ക് നിങ്ങൾ ദേഷ്യം കാണിക്കുക, നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. കാരണം എല്ലാ കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ സഫോക്കേറ്റഡ് ആക്കി വെക്കുന്നുണ്ടായിരിക്കണം. അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ടായിരിക്കണം, അല്ലെ? സോ നിങ്ങൾക്കൊന്ന് പൊട്ടിത്തെറിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഒരു അത്ര ആവശ്യമുള്ളൊരു കാര്യമാണ്, നിങ്ങൾക്ക് അത്ര വേണ്ട ഒരു കാര്യമാണ്. സോ അങ്ങനത്തെ ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾ എത്ര കാലമായിട്ട് സഫോക്കേറ്റഡ് ആയിട്ട് എന്താണോ വെച്ചത്, ഏത് ഇമോഷൻസ് ആണോ നിങ്ങൾ വെച്ചത്, അത് നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്ത് കളയാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ സ്നേഹമാണെന്നുണ്ടെങ്കിലും, ഡീപ്പായിട്ടുള്ള കോൺവെർസേഷൻ ആണെന്നുണ്ടെങ്കിലും, ഉള്ളിലുള്ള എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും, ദേഷ്യമാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കത് തുറന്നു പറയാൻ സാധിക്കുന്നുണ്ട്. ധൈര്യം ഉണ്ടാവുന്നുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഗ്രൂപ്പ് നമ്പർ 2, നിങ്ങൾക്ക് ഇതുവരെ നിങ്ങളുടെ ഉള്ളിൽ കാണാത്ത ധൈര്യം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഒറ്റയ്ക്ക് നടന്നു പോകാൻ പേടിയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, സ്പെഷ്യലി രാത്രി ഒറ്റയ്ക്ക് നടന്നു പോകാൻ പേടിയുള്ള ആളുകളാണ്, അല്ലെങ്കിൽ ഒരു പ്ലേസിൽ പോവുക, ഒരു ഗ്രൂപ്പിലേക്ക് ഒറ്റയ്ക്ക് വരിക, ചില ആളുകളുടെ അടുത്ത് ധൈര്യമായിട്ട് സംസാരിക്കുക, ഇങ്ങനെ പല പേടി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ വരുന്ന ടൈമില് നിങ്ങൾ ധൈര്യത്തോട് കൂടിയിട്ടാണ് പല കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യുന്നത്. പല കാര്യങ്ങളും നിങ്ങൾക്ക് ഫേസ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാവുന്നുണ്ട്. പല കാര്യങ്ങളും നിങ്ങൾ ധൈര്യത്തോടു കൂടി നേരിടുന്നുണ്ട്. ആളുകൾക്ക് നിങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ ഒരു പേടി ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു റെസ്പെക്ട് ഉണ്ടാവുന്നുണ്ട്. ചില ആളുകൾക്ക് നിങ്ങളുടെ പൊസിഷനിൽ മാറ്റങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. സൊസൈറ്റിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാനത്തിന് മാറ്റങ്ങൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങളുടെ പൊസിഷനിൽ ചില മാറ്റങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. അത് ചില ആളുകൾക്ക് നിങ്ങളുടെ വർക്ക് പ്ലേസിലായിരിക്കാം. ഇതുപോലത്തെ മാറ്റങ്ങൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സ്പെഷ്യലി നിങ്ങളുടെ ഫാമിലിയിലേക്ക് വരുന്ന സമയത്ത് മേ ബി നിങ്ങൾ പ്രഗ്നൻസിയിലേക്കോ അല്ലെങ്കിൽ മാരേജിലേക്കോ വരുന്നത് കൊണ്ടായിരിക്കാം ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കൺസിഡറേഷൻ, അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങളൊരു ഹസ്ബൻഡ് ആവുന്നതായിരിക്കാം, വൈഫ് ആവുന്നതായിരിക്കാം, അമ്മയോ അച്ഛനോ ആവുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോബ് കിട്ടുന്നതായിരിക്കാം, ഓർ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില റെക്കഗ്നീഷൻ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കാം. ചില ആളുകൾക്ക് നിങ്ങൾ ക്രിയേറ്റീവ് ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ചില ക്രിയേറ്റീവ് സ്കില്ല് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഏത് ഫീൽഡിലാണ് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്ത് നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, ഓർ നിങ്ങൾ ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയാണ്. അത് നിങ്ങൾക്ക് ഒരുപാട് ഫെയിം, ഒരുപാട് അട്രാക്ഷൻ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്നുണ്ട്. പെട്ടെന്ന് നിങ്ങൾ പോപ്പുലർ ആവുന്നുണ്ട്. പെട്ടെന്ന് നിങ്ങൾ ഏതൊക്കെയോ രീതിയിൽ നിങ്ങൾ അറിയപ്പെടുന്നത് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് ഈ ഒരു ടൈമിൽ എടുക്കേണ്ട ഒരു കാര്യമാണ്. സോ നിങ്ങൾ ക്രിയേറ്റീവ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതോ മീഡിയ റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളോ സോഷ്യൽ മീഡിയ യൂസ് ചെയ്ത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിലേക്കൊക്കെ നിങ്ങൾ ഇൻവോൾവ് ആവുന്നത് വളരെ നല്ലതാണ്. നിങ്ങളുടെ ടൈം, നിങ്ങളുടെ എനർജി എല്ലാം നിങ്ങൾക്ക് ഫേവർ ആയിട്ട് നിൽക്കാൻ പോകുന്ന ഒരു ടൈമാണ്. ആൻഡ് മെയിൻലി ഇത്ര കാലമായിട്ട് നിങ്ങൾ എന്താണോ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത്, നിങ്ങളുടെ പേടി, നിങ്ങൾക്ക് ധൈര്യമില്ലാത്തതായിരിക്കാം,
നിങ്ങൾക്കൊന്നും തുറന്നു പറയാൻ പറ്റാത്തതായിരിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ, നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിനോടും മനസ്സിനോടും തോന്നാത്ത ഒരു കോൺഫിഡൻസ് ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്ന ടൈമിലൂടെയാണ് നിങ്ങൾ വരുന്നത്. അത് വൈസ് ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക. ഈ ടൈമിൽ നിങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഡീൽ ചെയ്യുന്ന ആളുകളാണ്. നിങ്ങൾ ആരുമായിട്ടാണോ നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങളുടെ ശരീരം നിങ്ങൾ ഷെയർ ചെയ്യുന്നത്, ഓർ നിങ്ങളുടെ ശരീരത്തിന് നിങ്ങൾ എന്താണ് കൊടുക്കുന്നത്, എന്താണോ ചിന്തിക്കുന്നത്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് നിങ്ങൾ റൈറ്റ് ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. Alright, so that's group number 2. നിങ്ങൾക്കുള്ള മെസ്സേജ്. Hope you like this reading. Let's move to group number 3 now. ജാസ്മിൻ ഫ്ലവർ സെലക്ട് ചെയ്തിട്ടുള്ള ആളുകൾ, ഈ വരുന്ന ഫുൾ മൂൺ മുതൽ അടുത്ത ഫുൾ മൂൺ വരെ എന്തൊക്കെ മേജർ ചേഞ്ചസ് ആണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്, എന്തൊക്കെ ട്രാൻസ്ഫോർമേഷൻ ആണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് എന്ന് നോക്കാം. വാട്ട്, ഗ്രൂപ്പ് നമ്പർ 3, ജാസ്മിൻ വിരിയുന്നത് രാത്രിയാണ്. എസ്പെഷ്യലി മിഡ് നൈറ്റിലാണ് വിരിയുക. അതുകൊണ്ട് തന്നെ ജാസ്മിന് അറിയപ്പെടുന്നത് ക്വീൻ ഓഫ് നൈറ്റ്സ് എന്നാണ്. രാത്രികളുടെ രാജകുമാരി അല്ലെങ്കിൽ രാത്രികളുടെ രാജ്ഞി എന്നാണ് ജാസ്മിൻ ഫ്ലവറിന് അറിയപ്പെടുന്നത്. ആൻഡ് മെയിൻ ആയിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മൂൺ എനർജിയുമായിട്ട് ഏറ്റവും കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ഫ്ലവർ ആണ് ജാസ്മിൻ. സോ ഈ വരുന്ന ഫുൾ മൂൺ ടൈം ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നത് ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾക്കാണ്. ഈ ടൈമിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഹൈലി കണക്ട് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ഇൻറ്റ്യൂഷനാണ്. അതുപോലെ നിങ്ങൾ കണക്ട് ചെയ്യുന്ന നിങ്ങളുടെ ആഗ്രഹങ്ങളാണ്. എസ്പെഷ്യലി നിങ്ങളുടെ ഡ്രീംസ് നിങ്ങൾക്ക് ഒരുപാട് സൈൻ തരുന്നുണ്ട്. നിങ്ങളുടെ സ്വപ്നങ്ങൾ കാണുക, റൈറ്റ് ആയിട്ടുള്ള സ്വപ്നങ്ങൾ കാണുക, സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായിട്ട് വരാം. ഇതൊക്കെ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ കൂടുതൽ പ്രൊഡക്റ്റീവ് ആയിട്ട് കാണുന്നത് നൈറ്റ് ടൈമിലാണ്. പ്രോബബ്ലി നിങ്ങൾ നൈറ്റ് ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ നൈറ്റിലായിരിക്കാം നിങ്ങൾ കൂടുതൽ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടൈം എന്ന് പറയുന്നത് നൈറ്റ് ആണ്, ഓർ ഏർലി മോർണിംഗ് ടൈം ആണ്. ഈ ടൈമിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത്, സ്പെഷ്യലി നിങ്ങളുടെ ആങ്സൈറ്റി കൊണ്ടോ പേടി കൊണ്ടോ ഒരുപാട് ഓവർ തിങ്ക് ഒക്കെ കാരണം ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഇമോഷൻസ് വളരെ ബാലൻസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. സ്പെഷ്യലി നിങ്ങൾക്ക് ബ്രീത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, ശ്വാസതടസ്സം, ശ്വാസം മുട്ടൽ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ആലോചിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബ്രീത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, ഒരുപാട് ആങ്സൈറ്റി ഉണ്ടാവുന്ന സമയത്ത്, ഒരുപാട് ഡിപ്രഷനിലൂടെ പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ശ്വാസം റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സ്ട്രഗിൾ ഉണ്ടെങ്കിൽ ഈ വരുന്ന ടൈമിൽ ആ ഒരു ഈസിനെസ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ഹെൽത്ത് ഒരുപാട് ഇംപ്രൂവ് ആവുന്നത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. സോ മെഡിറ്റേഷൻ നിങ്ങൾ ഒരുപാട് ഫോളോ ചെയ്യാൻ സാധ്യത ഉണ്ടാവുന്നുണ്ട്. എസ്പെഷ്യലി മെഡിറ്റേഷൻ, യോഗ, അല്ലെങ്കിൽ ചില ഫിസിക്കൽ ആക്ടിവിറ്റീസിലൊക്കെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ചില പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. എസ്പെഷ്യലി മെഡിറ്റേഷനിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണോ ഇൻറ്റ്യൂട്ടീവ്ലി കണക്ട് ചെയ്യുന്നത്, ചില കാര്യങ്ങളൊക്കെ ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഓൾ ഓഫ് സഡൻ നിങ്ങൾക്ക് ചില കാര്യത്തിൽ ഇൻസ്പയർഡ് ആവുന്നുണ്ടായിരിക്കണം. എസ്പെഷ്യലി മെഡിറ്റേഷനിലൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ തോന്നുക, ഡിഫറെന്റ് ആയിട്ട് ചെയ്യാൻ തോന്നുക, നിങ്ങൾക്ക് എന്താണോ ശരി എന്ന് തോന്നുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് മെഡിറ്റേഷനെ പറ്റി യാതൊരു ഐഡിയയും ഇല്ലാത്ത ആളുകളായിരിക്കാം, പക്ഷെ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ചില കാര്യങ്ങൾ ഇൻസ്പയർഡ് ആവുന്നുണ്ട്, റൈറ്റ് ആയിട്ടുള്ള ഗൈഡൻസ് ഉണ്ടാവുന്നുണ്ട്. അത് നിങ്ങൾ ഫോളോ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് നിങ്ങളെ കൂടുതൽ തിരിച്ചറിയാനും നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലത്തിന് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ സൊല്യൂഷൻ കണ്ടെത്താനും സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ ലൈഫിന്റെ ഏത് ഇവന്റ് ആണെന്നുണ്ടെങ്കിലും, ലൈഫിന്റെ ഏത് പ്രോബ്ലം ആണെന്നുണ്ടെങ്കിലും അതിന് വേണ്ട സൊല്യൂഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് എടുത്തു പറയേണ്ട ഒരു ബ്ലെസ്സിങ് ആണ്. സോ ഗ്രൂപ്പ് നമ്പർ 3, ഈ ടൈമിൽ നിങ്ങൾക്ക് ചില സ്പെഷ്യൽ ആയിട്ടുള്ള ഇഷ്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചില റിലേഷൻഷിപ്പിലേക്ക് വരുന്നതായിരിക്കാം. റിലേഷൻഷിപ്പിൽ നിങ്ങൾ എസ്പെഷ്യലി നിങ്ങളുടെ റൊമാൻറ്റിക് ലൈഫിൽ വരുന്ന സമയത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചേഞ്ചസ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് വരാം. നിങ്ങൾക്ക് ഒരുപാട് കൺസിഡറേഷൻ കിട്ടുന്ന ചില റിലേഷൻഷിപ്പിലേക്ക് വരാം. നിങ്ങൾ അഡ്മയർ ചെയ്യുക, ആരെങ്കിലും നിങ്ങളെ പ്രപ്പോസ് ചെയ്യുന്നത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഈവൻ നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പാർട്ട്ണർക്ക് നിങ്ങളടുത്ത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള അട്രാക്ഷൻ ഉണ്ടാവുക, അവരൊരുപാട് നിങ്ങളെ കാണാൻ ശ്രമിക്കുക, നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക. ഇതൊക്കെ നിങ്ങൾ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു ടൈമിലൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾ എവിടെ പോകുന്ന സമയത്തും നിങ്ങൾക്ക് ഇതുപോലത്തെ
ചില എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ആൻഡ് അത് നിങ്ങൾ ഒരുപാട് ചെറുപ്പമാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. സോ ചില ആളുകളെ സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾ നോക്കുന്നുണ്ട്, അത് നിങ്ങൾക്ക് ഒരുപാട് സ്പെഷ്യൽ ഫീലിങ്സ് തരുന്നുണ്ട് എന്ന് തോന്നുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ സെൽഫിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ സെൽഫ് കെയറിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ കൂടുതൽ നിങ്ങളെ ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. സോ നിങ്ങളുടെ അപ്പിയറൻസിൽ നിങ്ങൾ വരുത്തുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി കോൺഷ്യസ് ആവുന്നുണ്ട്, നിങ്ങൾ എങ്ങനെയാണോ അപ്പിയർ ചെയ്യുന്നത്, എങ്ങനെയാണോ നിങ്ങൾ പ്രസന്റ് ചെയ്യേണ്ടത്, അതിൽ നിങ്ങൾ ഇതുവരെ ഇല്ലാത്ത ചില ശ്രദ്ധ നിങ്ങൾ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടെ യങ് ആയിട്ട് തോന്നുന്ന പല എക്സ്പീരിയൻസും ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സൈക്കിക് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സോളുമായി ബന്ധപ്പെട്ടിട്ടുള്ള താല്പര്യങ്ങളും, സ്പെഷ്യലി നിങ്ങൾക്ക് ഒരുപാട് സോൾ കണക്ഷൻ തോന്നുന്ന ആളുകളെ ഐഡന്റിഫൈ ചെയ്യുക, അവരായിട്ട് സ്പെൻഡ് ചെയ്യുക, അവരായിട്ടുള്ള സൗഹൃദങ്ങളിലേക്ക് വരിക, റിലേഷൻഷിപ്പിലേക്ക് വരിക, അല്ലെങ്കിൽ അതുപോലെ സ്പെഷ്യൽ ആയിട്ടുള്ള ചില കണക്ഷൻസ് എക്സ്പീരിയൻസ് ചെയ്യാൻ പല ആളുകൾക്കും സാധ്യത ഉണ്ടാവുന്നുണ്ട്. അത് നിങ്ങൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണക്ട് ചെയ്യാൻ പോകുന്ന ചില കാര്യങ്ങളാണ്. സോ നിങ്ങളുടെ സോൾമേറ്റ്, ട്വിൻ ഫ്ലെയിം, ഇതുപോലത്തെ ചില റിലേഷൻഷിപ്പ് ഐഡന്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ ഇതുപോലത്തെ ചില ആളുകളെ മനസ്സിലാക്കുക, അവരെ കൂടെ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ കൂടെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ചില ജേർണിയിലേക്ക് വരാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്ന ഇതുപോലത്തെ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ തരുന്നതായിരിക്കും. നിങ്ങളുടെ സോൾ അത്ര ഡീപ്പായിട്ട് ടച്ച് ചെയ്യാൻ, നിങ്ങളുടെ മനസ്സും ശരീരവും നിങ്ങളുടെ സോളും വളരെ ഡീപ്പായിട്ട് ടച്ച് ചെയ്യുന്ന എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. സോ പ്രോബബ്ലി നിങ്ങൾ ഈ ഒരു ടൈമിൽ കണക്ട് ചെയ്യുന്ന പുതിയ പുതിയ ആളുകളും എക്സ്പീരിയൻസും, നിങ്ങൾക്ക് താല്പര്യം തോന്നുന്ന കാര്യങ്ങളും, നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ നിങ്ങളുടെ സോളിന്റെ ഭാഗമായിട്ട്, നിങ്ങളുടെ പേർപ്പസിന്റെ ഭാഗമായിട്ട്, നിങ്ങളുടെ ലൈഫിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള ചില കാര്യങ്ങളാണ് ഈ ഒരു ടൈമിൽ നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യുക. അത് ചില ആളുകൾക്ക് നിങ്ങളുടെ പ്രൊഫഷനിൽ നിങ്ങൾ എടുക്കുന്ന ചില തീരുമാനങ്ങളും, നിങ്ങൾ ചൂസ് ചെയ്യാൻ പോകുന്ന കരിയറും, നിങ്ങൾ ചൂസ് ചെയ്യാൻ പോകുന്ന പ്ലേസും ആയിരിക്കാം. സോ ചില ആളുകൾക്ക് നിങ്ങളുടെ പ്ലേസ് നിങ്ങൾ മാറ്റേണ്ടതായിട്ടുണ്ടായിരിക്കണം, അതുമായിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കണം, ഓർ നിങ്ങൾ ഓൾറെഡി അങ്ങനെ മാറുന്നുണ്ടായിരിക്കണം. ഓൾറെഡി റിലേഷൻഷിപ്പിലുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു ക്ലാഷസ്, തെറ്റിദ്ധാരണകളോ കോൺവെർസേഷൻ ഇല്ലാതെ പോയിട്ടുള്ള ചില അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോലും എക്സ്പെക്ട് ചെയ്യാതെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ചെറിയ എഫേർട്ടിൽ പോലും നിങ്ങൾക്ക് വലിയ വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഇറ്റ്സ് ലൈക്ക് ഒരേ വീട്ടിൽ നിൽക്കുന്ന ആളുകൾക്ക് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇന്റിമസി അവരുടെ പാർട്ട്ണറോട് തോന്നുക എന്ന് പറയുന്നത് പോലെ, ഫാമിലിയിൽ വരുന്ന സമയത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഹാർമണി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. മെയിൻലി നിങ്ങൾക്ക് പല കാര്യങ്ങളും ഡീപ്പായിട്ട് ചിന്തിക്കാനും കണക്ട് ചെയ്യാനും സാധിക്കുന്നുണ്ട്. സൈക്കിക്കലായിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. സോ സൈക്കിക്കലായിട്ടുള്ള ചില താല്പര്യങ്ങൾ, ടാലന്റിലേക്ക് നിങ്ങൾ വരുന്നതായിരിക്കാം. ടാരോ ട്രീഡിംഗ്, സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ചില കാര്യത്തിലേക്കൊക്കെ നിങ്ങൾക്ക് കൂടുതൽ താല്പര്യം തോന്നാനും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില സബ്ജക്റ്റ് ഒക്കെ നിങ്ങൾ ചൂസ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാവുന്നുണ്ട്. സോ റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.